പണം കൊടുക്കാതെ പോവാൻ അറിയാൻ പാടില്ലല്ലോ. പല്ലടിക്കാൻ താഴ്ത്തത് ആരാടോ തെമ്മാടിത്തം കാണിച്ചത്? ചന്തക്കം തരാതെ പോവുമല്ലേടാ? പോയാൽ ഈ ചാക്ക് വലിച്ച് താഴെടും അല്ലേ? മൂന്നാല് പേര് മുമ്പ് ആ തരം തന്നിട്ട് ഇടത്തോട്ട് പോയിക്കോളൂ. പേടിപ്പിക്കലടാ. എന്റെ സാധനങ്ങളുടെ വില എഴുതിക്കും. ചന്തയും ചന്തപ്പറയും ഞാൻ ഇതിക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. എന്നെ പണം എടുക്കണം. കാശ് തരാതെ ഞാൻ ഉറപ്പില്ല. ഈ ചന്ത കണ്ടു കാണും, പക്ഷെ മണക്കാട്ട് കണ്ടു കാണില്ല. അത്രാം കണ്ട് ഞാൻ കണ്ടു കാണില്ല. നീ കാണാൻ പോണതേ ഉള്ളൂ. വേഗം എടുത്തോണ്ട് പോ. കാശോട് കാശോട് കൊടുക്ക് കാശ്. എടുക്കുന്നല്ലോ കാശ്. കാശില്ലേ? ആ മാങ്ങ കൊടു. വേണ്ട കൊടുത്തേരെ പോട്ടെ. കൊടുക്കേ പോടെ. ആരുടെ അമ്മോ? ചിരിക്കണ്ട. ഓ മുതലാളി ഇപ്പൊ നമ്മളെയൊക്കെ അങ്ങ് മറന്നു. മുതലാളിയോട് ആ കാശടെ വേം വേം കുറെ ആളുണ്ട്. ആ പൊയ്ക്കോ. എന്ത് വിളിയേക്കാ? തനിക്കുള്ള എല്ലാരും ഉണ്ട്. എന്ത് താമസിച്ചു പോയേ? വിടുന്നെങ്കിൽ വിടും മുതലാളി. വാങ്ങണോര് മുഴുവൻ വണ്ടി കപ്പയും വാങ്ങി പോയി കാണും. ഇവിടെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നു. പിടിച്ച് വെക്കും വെക്കും. അയ്യോ വേണ്ട എടാ കൊടുത്തേ കൊടുത്തേ. ആളും തരും നോക്കി വേണ്ടടാ. വേറെ എന്തേലാണ്? നല്ല വെണ്ണ പുസ്തകത്ത് പോലെ ഇരിക്കും. അതൊന്നും നോക്കണ്ട. ഈ വീട്ടങ്ങ് വെണ്ണ പോലെ ഒരുക്കും. ഓട്ടടിയല്ലമ്മ എവിടുമാരല്ലെങ്കിൽ ഒന്നും വാങ്ങാൻ വരണവരല്ല. ഷാപ്പിന്റെ ആവശ്യത്തിലേക്കല്ലേ? ആ വരി. ഇതാ ഇത് കൊള്ളാന്ന് നോക്കി. ഊറ്റിയും കട്ടും ഒന്നുമില്ല. നല്ല വെണ്ണ പോലെ ഇരിക്കും. വേണോ? ഓ അതോന്നല്ലേ വേവോ? എല്ലാം ഒരിടത്തുള്ളതാ. അതെ ഇതിനെല്ലാം കൂടെ എന്ത് വേണം? ഇത് മുഴുവനുമോ? നീ എന്താ വിചാരിച്ച്? കമലാസന പണിക്കർക്ക് ഷാപ്പ് എത്ര ഉണ്ടെന്ന് നിനക്കറിയാം? 10 രൂപ തരണം. 5 രൂപ സമ്മതിച്ചു. അയ്യോ മുതലാളി മുതലാവില്ല. 2 രൂപ കൂടെ ഇട്ട് തരി. കൊടുത്തേക്കണം മുതലാളി, പാവങ്ങളല്ലേ. അത്ര ദയവാണെങ്കിൽ താൻ കൊടുക്കും. ചെല്ലുമ്പോ 2 രൂപ ഞാൻ തന്നേക്കാം. ഓ അങ്ങനെ ഓരോരുത്തരും ഓശാരൊന്നും എനിക്ക് വേണ്ട. ശരി വെട്ടിക്കും. 3, 6, 18 സമ്മതിച്ചു. സമ്മതിച്ചു. രാത്രി വരാൻ ചെല്ലമ്മ. എനിക്ക് ഇച്ചിരി ചൂടുള്ളതാണ്. തിന്നേലൊക്കെ ഒന്ന് പിടിക്കണം. ഞാൻ പോട്ട്. നില്ല് കാർത്തിയേക്കാ.
ചെറിയേച്ചും പോവാം. നല്ല പഴുത്ത ചക്ക ഇരിപ്പുണ്ട്. എന്നാ 2 ചോള തിന്നേച്ച് പോവാം. നല്ലപോലെ മണക്കണല്ലോ അല്ലമ്മ. അയ്യോ ചതിച്ചല്ല വള്ളിയാക്ക. സാമദ്രോഹികള് പല കുത്തി തുറന്ന് കക്കാൻ തുടങ്ങി എങ്ങനെ പൊറുക്കും എന്റെ വെള്ളായിനി ഭഗവതി. അയ്യോ പശു കയറിയതാണ് അക്ക. ആ ഊരുതണ്ടലൊക്കെ കഴിഞ്ഞു വന്ന. എടാ കൊച്ചുരാമ, നീ എവിടെ പോയിരുന്നു? ഏതൊരു പശു വന്ന് നാനാവിധമാക്കിയത് കണ്ടില്ലയോ? ഞാൻ കണ്ടതുകൊണ്ട് വാഴ തിന്നണതിന് മുമ്പേ പിടിച്ചോണ്ടുപോയി. അതിയാരങ്ങത്തെ ഒരു പശുവായിരുന്നു. ഏത് അംഗത്തേരാനും വേണ്ടൂല്ല, അതിന് ഞാൻ ഇന്ന് കൊല്ലും. ഇത് കണ്ടില്ലയോ കാർത്തിയക്ക? ഇത് കണ്ട പൊറുക്കുമോ? നീയും നിന്റെ അംഗത്തെയും. അവനെ എന്തിനു പറയുന്നു? അവൻ ഏതു നേരവും കാവലിരിക്കാൻ പറ്റുമോടി ചെല്ലമ്മ. ഒരു നേരം ഒന്നും കുടിച്ചില്ലെങ്കിലും കേറി കിടക്കണ കൂരയ്ക്ക് ഒരു യഥമൊക്കെ വേണം. ഒരു 4 ഉരുള മണ്ണോട് ഉരുട്ടി വെച്ച് ഒരടപ്പും തുറപ്പും ഒക്കെ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ പശുവും കയറും കള്ളനും കയറും. എന്ത് നല്ല ചക്കയായിരുന്നു. ആ പോയത് പോയി. എടാ കൊച്ചുരാമ, എന്റെ അവിടെ മെടഞ്ഞ ഓല ഇരിപ്പുണ്ട്. നീ പോയി 2 മണൽ എടുത്തുകൊണ്ട് വന്ന് ഇതൊന്ന് കുത്തി മറയ്ക്കും. ശരി. അവനൊരു പാവമാടി ചെല്ലമ്മ. ആരോരും ഇല്ലാത്ത ചെറുക്കൻ. കൂടെ ഇവിടെ ഓടി വരുന്നത് നിനക്കൊരു സഹായം തന്നെയല്ലേ? 2 ദിവസം ചന്തയ്ക്ക് പോയില്ലെങ്കിലും വേണ്ടില്ല. അക്കം പറഞ്ഞതുപോലെ 2 ഉരുള മണ്ണ് വെച്ച് ഇത് പൊക്കിയിട്ടേ ഇനിമേ കാര്യം. എന്താണ് കൊച്ചിരാമ്മ വായും തുറന്നോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ആ നിനക്ക് അങ്ങേത്തോടെ വീട്ടിൽ പോകാറായെങ്കിൽ പോയിക്കോ. കുറെ കഴിഞ്ഞിട്ട് പോയാലും മതി. ആഹാ, ഞാൻ എഴുതിട്ട് പോയപ്പോഴാ നീ പണി തുടങ്ങിയല്ല. നീ ഇന്ന് ചന്ത വരണില്ലടി? വരണക്ക. 2 ഉരുള മണ്ണൂടെ വെച്ചോട്ടെ. ആ കാർത്തികിനും അമ്മൂക്കിനും വരുന്നു. എന്തടി കാർത്തി, പോകാൻ നേരമായി പോയോ? അമ്മൂക്കനാ ദുരിശം. വല്ലവളും വീട് വയ്ക്കുന്നതിന് എനിക്കൊന്നൊരു വിരുദം. എങ്കിൽ നിങ്ങൾ പോകും, ഞങ്ങൾ പിന്നെ വരാം. ഒരാള് തന്നെ പണിയെടുത്താ ഇതെപ്പ തീരാനാ? അക്കൻ കൂടെ നിന്നാ ഒരു ഉജാറൊക്കെ ഉണ്ട്. എന്നാ ഞാനും പിന്നെ വരാം അമ്മൂക്ക. അയ്യോ അയ്യോ അമ്മൂക്ക, പോലെ ഒടിച്ച പട്ട പാടും. അങ്ങോട്ട് മാറിഞ്ഞില്ലേ? എന്റെ അമ്മേനെ ചുടലത്തിങ്ങല്ലയോ? ഞാൻ തൊട്ടാൽ ഇതങ്ങ് കരിവല്ലോ. അതെ, ഞാനങ്ങ് പോവുക. ഓടിച്ചാവോ? അല്ലെങ്കിൽ അവളൊരു അദൂഷക്കാരിയാ. അറിയാതെ കൊല്ലം എത്ര കഴിഞ്ഞു. ചുടലത്തെങ്ങ് വലുതായത് കണ്ട. ഇന്നലെ കഴിഞ്ഞ പോലല്ലേ തോന്നണം. പേരുദോഷം വരാതെ നോക്കിക്കോണേ അക്കാന്നും പറഞ്ഞു എന്റെ മടിയിൽ കിടന്നിട്ടല്ലേ കണ്ണടച്ചത്. ഓർമ്മയുണ്ടോടി ചെല്ലമ്മ നിനക്ക്? എന്നിട്ട് ഇതുവരെ പേരുദോഷം കേൾപ്പിച്ചില്ലല്ലോ. പേരുദോഷം കേൾപ്പിച്ചാ മണ്ണെണ്ണ ഒഴിച്ച് ചുട്ടുകളയല്ലോ. നീ രാത്രി തനിച്ചാ ഇവിടെ നിന്ന് ഓർത്തല്ലേ മനസ്സിനൊരു സമാധാനമില്ല. അതല്ലേടി മൂന്തിയാകുമ്പോ ഞാനിങ്ങ് ഓടിയെത്തണത്. അല്ലേടി കാർത്തി? നേര് തന്നെയൊക്കെ. ചന്ത പലരും ആദ്യം വിചാരിച്ചിരുന്നത് വള്ളിയേക്കന്റെ മോളാ ചെല്ലമ്മേന്നില്ലയോ? ഇന്നിനി മതിയേക്ക. നേരെ ഒരുപാടായല്ലേ? നേര് തന്നെ. ആ ചെല്ലമ്മ, കുന്നമ്പാറ വിളയിലായിരുന്നു മരച്ചീനി വീണത്. എന്നാ മതിയാക്കാൻ ചെല്ലമ്മ. ചെല്ലമ്മ, ലോണ്ടെ അധികാരി അങ്ങത്തെ വരുന്നു. ഓ, ഇങ്ങനെ ഒരു ഉപദ്രവം. ചെല്ലമ്മ, ഏതങ്ങത്തെ? അപ്പൊ അതുപോലെ നിനക്ക് അറിഞ്ഞൂടല്ലേ? ഇല്ല. നിന്റെ ഈ കുടിലിരിക്കുന്ന സ്ഥലം ആരുടെ വകയാണെന്ന് നിനക്കറിയാം? അങ്ങത്തേടെ. എന്നിട്ട് ഒരു വാക്ക് പോലും ചോദിക്കാതെ നീ എന്തിനാണ് ഈ തോന്നിയാസം കാണിച്ചത്? 4 ഉരുള മണ്ണ് വെച്ച് പോക്കുന്നതിൽ എന്തിനങ്ങത്തെ തോന്നിയാസം? അപ്പോ നിന്റെ ഇഷ്ടം പോലെ എന്റെ വസ്തു നീ എന്തും ചെയ്യുമല്ലേ? വീട് എന്റേതല്ലേ അങ്ങത്തെ? അവിടെ ഒരു അവകാശം എല്ലാം ഇടിച്ചു നിരത്തി വാഴ വെക്കും ഞാൻ. വാഴ നീ വലിയ ആളൊന്നും ആവണ്ട കേട്ടോ. ഒന്ന് ചുമ്മാതിരിക്കണം അങ്ങത്തെ. അങ്ങത്തേക്ക് ആള് തെറ്റിപ്പോയി. ചെല്ലമ്മ,
അല്ല നോക്കണക്ക, കള്ളപ്രമാണം ചമച്ച് ഞങ്ങളുടെ വസ്തു അപകരിച്ചെടുത്തതും പോരാ, അത്തം കേട്ടില്ല ഇയാളുടെ വർത്തമാനം. എന്നാലും നീ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാമോ? അയാൾ പോയ പോക്ക് കണ്ടില്ല നീ? എന്തെങ്കിലും കിസുമ്പൊക്കെ ഉണ്ടാക്കും അയാള്. ആ ഇനി എന്തിനു ചെയ്യാനാ? ആ നമുക്ക് മേസ്തിരിയോട് കൊടുക്കുന്നെന്ന് പറയാം. പള്ളിയൊക്കെ പോണം. അയാൾ കൂര വലിച്ചു പൊളിക്കുന്നെങ്കിൽ പൊളിക്കട്ടെ, അപ്പ കാണാം. ഞങ്ങൾക്ക് മറ്റാരുടെ ഒരു തുണയില്ലെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് വേഗം വന്നാൽ. അതല്ലേ പറഞ്ഞത് പോകാൻ. അങ്ങനെ ആരും ആരുടെ കൂരയൊന്നും വലിച്ചു പൊളിക്കാൻ പോണില്ല. ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. അത് അയാൾക്ക് അറിയാൻ ചെയ്യാം, അല്ലെങ്കിൽ അറിയിക്കാം. പോരെ? എന്നാ പോണം. വാക്കാ പോ. കൈയിട്. വെള്ളം ഉണ്ടാക്കരുത്. ഓരോരുത്തരായിട്ട് ആലപ്പുറ വന്നല്ലോ. നിങ്ങൾ തൂക്കണമെങ്കിൽ തൂക്കി. തുപ്പലെന്ന് എങ്ങട്ടെ പടി നിർത്തി തൂക്കി. നീ ചുമ്മാ ആയിരിക്കല്ലമ്മ, നിന്റെ വട്ടി അല്ലല്ല. ആരുടെ വട്ടിയായാലെന്താ? നിങ്ങൾ പടി നിർത്തി തൂക്കി. ചോര നീരാക്കി കൊണ്ടുവരുന്ന കാശല്ലേ? ആ നോക്കോളെ മതിയാ തൂക്കി. കിഴങ്ങി തൊട്ടുള്ള കളി വേണ്ട. ഇത് കെട്ടിയോണ്ട് വകയായിരിക്കും. കെട്ടിയോൻ ചത്തിട്ട് കൊല്ലം എത്രയായി? എങ്ങനെ ചാവാതിരിക്കും? ഈ അലവലാതി പെമ്പറന്നൊരു വന്നാൽ തന്നെ കച്ചവടം നടക്കും. കായെടുക്കി. തലേഞ്ഞോട്ട് കാണിക്കും. ഇതെന്തൊരു മനുഷ്യരെ, ഒരു അരുട്ട് മാറി നിന്നൂടിയോ? പെണ്ണാ പറഞ്ഞോളും കാണുന്നു മരിച്ചിന് വാങ്ങിക്കണ്ടേ? എല്ലാരും നോക്കിക്കോളി. നീ ചെല്ലമ്മയ്ക്ക് ഞാൻ പക്ഷാഭേദം കാണിച്ചൊന്നും വേണ്ട, സുസൂക്ഷ്മം നോക്കിക്കോളി. ആ പരാതിയും പറഞ്ഞോണ്ട് നടക്കരുത് കേട്ടാ. കടവത്തിന്ന് കവിഞ്ഞ് ഒഴുകണു. ഇന്ന് കച്ചവടം കേമ ആവും. അയ്യോ ഒരൊടിപ്പി പൊങ്ങണമില്ലല്ലോ. ചെല്ലമ്മ ഇത് നീ എടുത്തോ. ഇതെന്തിനാണ്? കായിനും മറ്റുമല്ല, ഇത് നീ എടുത്തോ. ഓ കായിനല്ലയോ? എന്നെനിക്ക് വേണ്ട. അതൊക്കെ പിന്നീട് ഞാൻ മുതലാക്കിക്കോളാം എന്റെ ചെല്ലമ്മ. ഓ അത് ശരി, പിന്നീട് മുതലാക്കാനാണല്ലേ? അതങ്ങ് വീട്ടിൽ കൊണ്ട് കൊടുത്തേച്ചാ മതി. ഏത് പൊട്ടിക്കാണ് നിങ്ങളുടെയൊക്കെ ചക്കാത്ത്? ചെല്ലമ്മ നിന്നെ ഞാൻ എടുത്തോളാം. കേരളം എടുത്തങ്ങനെ കളിക്കാൻ പറ്റും വേണ്ട. എന്റെ ഭഗവതി, നീ തന്നെ തൊട. എന്തിനു വേണം? ഇവിടെ എല്ലാവർക്കും ഓരോ ദോശ. അയ്യോ എനിക്ക് വേണ്ട, എന്റെ കാശില്ല. എനിക്കും വേണ്ട അല്ലമ്മ. ഞാൻ രാവിലെ കുറച്ച് പഴങ്ങഞ്ഞി മരച്ചിരി കൂടെ കരയ്ക്കുമോ. ഓ കാശൊക്കെ ഞാൻ കൊടുക്കാം. ആ ഓണറേ, ദോശ വരട്ടെ. ചേഞ്ചിട്ട് 100 രൂപയ്ക്ക്. ആകപ്പാട് 1.5 പക്ക അരിയുടെ കച്ചവടമാണ് എനിക്ക്.
ചേഞ്ച് വാങ്ങാൻ കണ്ടൊരു സ്ഥലം. ചെല്ലമ്മയുടെ കയ്യിൽ ഒരുപക്ഷെ കാണുമായിരിക്കും. ആ കണ്ട് കണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ 100 ഉലുവായിരിക്കുന്ന കാര്യം. ഇത് എവിടെ നിന്ന് കൊത്തിത്തിറന്ന് എടുത്തത് കൊച്ചങ്ങത്തെ? എല്ലാരും കണ്ടല്ല. ഇനി ഇടുപ്പിത്തെറുകിക്കൊണ്ട് നടക്കി. എന്റെ ഭഗവാനെ, ഇവളെ കൊണ്ട് തോറ്റു. അമ്പലമുക്കിൽ റൗഡി ശല്യം. ഇതൊക്കെ എടുത്ത് വലിയ വെണ്ടയ്ക്ക് കൊടുക്കുന്നവനെ വേണം പറയാൻ. ന്യൂസിനെ പറ്റി ഒരു വിവരമില്ല. കണ്ടോ, ചുമ്മാ കേസാക്കണ്ട, വിട്ടുകളാ, പാവങ്ങൾ പിഴച്ചോട്ടെ. സ്ഥലത്തെ വലിയമ്പലത്തിൽ ഒരു പറ്റം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ സംഘം ചേർന്നിരുന്ന് വഴിയെ പോകുന്ന സ്ത്രീകളെ കേട്ടോ. ഞാൻ പത്രം നടത്തിക്കൊണ്ടിരുന്ന കാലത്താണെങ്കിൽ തുടങ്ങി. അണ്ണൻ ഏത് കാലത്ത് ഈ പത്രം നടത്തിയത്? എടാ തങ്കപ്പ, എന്റെ പത്രത്തിൽ എഴുതിയിട്ടല്ലേടാ നിന്നെ പിരിച്ചയച്ചത്. പിന്നെ പത്രത്തിൽ എഴുതി. ആ ചെറുക്കൻ ഇന്നും ഉണ്ടല്ലോ പുറകില്. ഗോപിപ്പിള്ളല്ലേ? ചുമ്മാ നടക്കട്ടെ എന്ന് അധികാരി അങ്ങനത്തെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എല്ലാം അവളുമാര് വാങ്ങിച്ചെടുത്തോളൂ. ചെല്ലമ്മയുടെ നടപ്പാണ്. അതിന് എന്നെ ഉദ്രവിക്കുന്ന എന്തിനേ? നോക്ക് ഓന്ത് ചോര കുടിക്കുന്ന പോലല്ല വയസ്സുകാലത്തിന് നൂറ്റി വലിച്ചു കുടിക്കുന്നത്. ഇങ്ങോട്ട് വരി. എന്താ തങ്കപ്പ, ശരി സഹിക്കണില്ലല്ലേ? അയ്യോ മേശ്ശേരി, ഞങ്ങൾ അതിനൊന്നുമല്ല. ഏതിനൊന്നുമല്ല. സത്യമായിട്ട് മേസ്ത്രി ഞങ്ങളെ ചിരിച്ച് ആണേം സത്യം ഒന്നും ഇടണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതിനകത്ത് ഇരുന്നുകൊണ്ട് വഴിയെ പോകുന്ന പെമ്പിള്ളേരെ നോക്കി അതും ഇതും പറയാനൊക്കെ. ചേടാ, നിങ്ങളോ ചതയാണെങ്കിൽ വേല ചെയ്യൂല. അതുങ്ങളോട്ട് വേല ചെയ്ത് ജീവിക്കാൻ അനുവദിക്കുകയും. അമ്പലമുക്കിൽ റൗഡി ശല്യം. അധികാരികൾ ശ്രദ്ധിക്കണം. ആ അധികാരികൾ ശ്രദ്ധിക്കണം. അമ്പലമുക്കിൽ മാത്രമല്ല റൗഡി ശല്യം. ഇല്ല, ഞാനും സഹിക്കില്ല. ഞാൻ ഇട്ടത് പർവ്വത്യാർ, നാളെ അദ്ദേഹത്തിന് എട്ടത്തിൽ പിറന്ന മകനാണെങ്കിൽ ഇന്ന് സൂര്യൻ അസ്തമിക്കുമ്പോ അവൾ അടിച്ചിറക്കി വിടും. വേണം 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 വേണം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇറക്കി വിടണോ? കാര്യം അവൾ എന്നെ അവമാനിച്ചു, അച്ഛനെ അവമാനിച്ചു, എന്നെ കാപ്പിക്കിടനടയിൽ വെച്ച് മറ്റുള്ളവർ നോക്കി നിൽക്കെ അവമാനിച്ചു. അവൾ ആരെയും അവമാനിക്കും. അവൾ അല്ലെങ്കിൽ ഒരു നിഷേധിയാണ്. അവളെ അവിടെ അടിച്ചിറക്കണം. അതെ, അവള് നിഷേധി തന്നെ, സമ്മതിച്ചു. പക്ഷെ എവനുണ്ടല്ലോ നല്ലവനായ നിന്റെ മോൻ, അവൻ എന്തിനാ അവളുമായിട്ട് സംസാരിക്കാൻ പോയി? അതല്ലെങ്കിൽ ഇവിടുത്തെ പതിവ് അങ്ങനെ. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ അതിനെതിരെ ചെയ്യൂ. ആ മോനെ, ഞാനമ്മ, എവനുണ്ടല്ലോ നിന്റെ മോൻ, മോനല്ലായിരിക്കും. ആരോട് ചോദിച്ചോ? എവനുണ്ടല്ലോ ഈ ഗോപി, അവൻ എന്തിനാ അവളുടെ കൂടെ ഞൊണങ്ങ് പറിക്കാൻ പോകുന്നത്? അവനൊന്നും പറിക്കാൻ പോകുന്നില്ല. നീ വാടാ ഗോപി. കേശവ്, എന്തോ ഇവളെങ്ങനാ ചെല്ലമ്മ? അതിപ്പം ഞാനിപ്പം അവളുടെ ജാതി എന്തെങ്കിലും ജാതി മതമൊന്നും താൻ നോക്കണ്ട. ശരിയുള്ള മുഖമാ. അവക്ക് എന്തോ ഉണ്ട്. ശരീരമോ നല്ല കരിങ്കൽ പ്രതിമ കുത്തി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നു. എന്റെ മീശ, എന്റെ മീശ. ഇതാര് ചെല്ലമ്മേ? മുറുക്കിച്ചാപ്പി നല്ല ജോറായിട്ടാണല്ലോ ഇരിപ്പ്. എന്ത് പിടിക്കല്ലേ? പക്ഷേ നോക്കും കൂടെ സ്വപ്നം തരുമോ? തരാം. അവൻ അവന്റെ പാട്ടിന് ഓടോടിയോണേ. അല്ലേലും അവളൊരു മണ്ടിയാണക്കാ. ചുമ്മാ മിണ്ടാണ്ടിരുന്നാ പോരെ. ഇവനൊന്നും ചുമ്മാ വിടാൻ പാടില്ല. അവന്റെ ഒരു ചോദ്യം കണ്ടില്ല. പള്ളിയേക്കല് മൂക്കി കൂടി പോവിടാൻ അറിയാമോ? എണീച്ച് പോടാ അവിടുന്ന്. അലുകൊണ്ട് സഹിക്കാൻ വയ്യാൻ ഇച്ചിരി ഉമ്മത്തിന്റെ പൂവുണ്ടെന്ന് അരിഞ്ഞു വലിക്കുമ്പോ
മൂക്കി കൂടെ പുക വിടാമോ, കണ്ണി കൂടെ പുക വിടാമോ? നീ പോടാ അവിടുന്ന്. എടാ കൊച്ചിരാമ, തിണ്ണിയിൽ കൊണ്ടിട്ട് കിടന്നോ. ഓടാ. എങ്ങനെയുണ്ട് വല്യേക്ക? വലിവിന് കുറവുണ്ടാ? ഒരു കുറവില്ല. വെള്ളപ്പൊക്കമാണ്. കുഞ്ചവരമ്പ് മുറിഞ്ഞെന്ന് തോന്നുന്നു. അയ്യോ, ചതിച്ച. എല്ലാം തൊലഞ്ഞ് ഉള്ള കുഞ്ച അത്രയും നശിച്ചു. വെള്ളായണി ഭഗവതി, ഇത്ര ദ്രോഹം ചെയ്ത് കളഞ്ഞല്ലോ. ഞാൻ പറയാ ഒരു ബുദ്ധി, പത്രങ്ങളിൽ ഒരു ന്യൂസ് കൊടുക്കണം. 10,000 പുഞ്ചനിലം വെള്ളത്തിനടി, അധികാരികളുടെ സത്വര ശ്രദ്ധ. അധികാരികൾ ശ്രദ്ധിക്കണോ? ഒരു ഭീമാർജി തയ്യാറാക്കി ആരെങ്കിലും ഒരാൾ മെനക്കെട്ടിരുന്ന് 10-15,000 ഒപ്പിടണം. ചുമ്മാ ചള്ളു വർത്തമാനം പറയാതെ നമ്മുടെ കാര്യനിർത്തിപ്പിനുള്ള വഴി വല്ലതും ഉണ്ടെങ്കിൽ നോക്കി. എന്നാ മേസ്ത്രി പറ എന്ത് ചെയ്യണമെന്ന്. എന്ത് ചെയ്യണമെന്ന് പറയും. ആലപ്പുഴയോ കോട്ടയത്തോ പോയി വെള്ളം വറ്റിക്കാനുള്ള ഒരു ഇഞ്ചിൻ കൊണ്ടുവരും. അത് മതി, അതാ നല്ലത്. കൊള്ളാം. 1 1 1 1 1 1 1 1 1 2 2 2 പിടിയും 1 1 1 1 1 1. തല വെട്ടി ഇളക്കം. ഓഹോ, ഞാൻ തല വെട്ടിയേക്കാം. പെരയ്ക്ക് തീ പിടിക്കുമ്പോഴല്ലേ വാഴ വെട്ടാനൊക്കും. നടക്കട്ടെ. എന്താ പറഞ്ഞേ? കേശവളെ, അവക്ക് നെല്ല് കൊടുക്കണ്ട, അവിടെ കാശും വേണ്ട. നിങ്ങൾ പോയെന്ന് എന്തായാലും നോയിക്കൊണ്ട് നിൽക്കുന്നത്? നെല്ല് തരൂലെന്ന് കൊച്ചമ്മ പറഞ്ഞില്ലേ? നിങ്ങൾ നെല്ലും വേണ്ട പുല്ലും വേണ്ട. അടിയാർത്തി കൊച്ചിനാവാ, ചെല്ലമ്മയ്ക്ക് നെല്ലുകളൊന്നും വേണ്ടടേ. പോയി പറ, കേരള വിളിക്കണമെന്ന് പറ. മനസ്സില്ല. അതേ പ്രസംഗം ചെറുക്ക.
ഇപ്പോഴത്തെ ഒരു പിഞ്ചിലപ്പഴത്തെ പിള്ളേര് എറിഞ്ഞ് വാട്ടുകളെ പിടിച്ചോ ഒരു കൈപിടി ഇനിയും അതൊക്കെ നമ്മൾ വരും ചെല്ലമ്മ. ചെല്ലമ്മ ഇന്നത് ചന്ത വരാത്ത് വള്ളിയൊക്കെ ഞാൻ കണ്ടില്ലല്ലേ. ഞങ്ങൾക്ക് എല്ലാവരും ആപത്ത് പറ്റി മുതലാളി. ആ ദാ കണ്ടില്ലയോ? വരണേ, അകത്ത് വന്നിരിക്കണം. കേറി ഇരിക്കണം മുതലാളി. നമ്മൾ വിചാരിച്ച് ചെല്ലമ്മയ്ക്ക് വല്ല സോക്കേടുമായിരിക്കുന്നു. എന്നാൽ ഈ നട്ടെറിയാന വെയിലത്ത് വന്നനെ മുതലാളി. എന്തിന് വേണം മുതലാളി കുടിപ്പാൻ? എന്തൊരു തരും. ചായ വാങ്ങിച്ചു തരട്ടെ? നമ്മക്കെന്തൊരു ചായ? കരുക്ക് വേണോ? ആർക്ക് വേണം കരുക്ക്? പിന്നെ എന്തിന് വേണം മുതലാളിക്ക്? ചെല്ലമ്മയ്ക്ക് അറിഞ്ഞൂടെ എന്തിനു വേണം? ഞാനിങ്ങനെ അറിയണത് എനിക്ക് യോലിച്ച് അറിയാമോ? എടാ കൊച്ചുരാമ, നീ എവിടെ പോണത്? അധികാരിയമ്മാന്റെ വീട്ടിൽ. നീ പോയി ധൃതിയൊന്നുമില്ല കേട്ടാ, പതുക്കെ വന്നാ മതി. ആരെല്ലാം വഹിച്ചെടുക്കാൻ? എന്റെ അനിയനെ പോലെയാ. അന്നിന്നുള്ളൊക്കെ അങ്ങ് ചത്തുപോയി. ചെല്ലമ്മയ്ക്ക് ഒരു ആട്ടുംകുട്ടീനെ വേണം. പാടി മോളെ, നിനക്ക് നമ്മളെ ചെല്ലമ്മേനെ അറിയാവാ? എന്ത് വരെയാണ് ഇതിന്? വിലക്കാ? നമ്മൾ ചെല്ലമ്മയ്ക്ക് വിലക്ക് തരാന്? അയ്യോ, അത് ഒക്കില്ല. വില വാങ്ങിച്ചേ ഒക്കൂ. അതൊക്കെ നമ്മുടെ സൗകര്യമായിട്ട് വാങ്ങിച്ചോ? അയ്യോ, അത് പറ്റില്ല. പക്ഷേ കൈയോടെ വരാനില്ല. 2-3 തവണയായിട്ട് തന്നേക്കാം. അല്ല, വാങ്ങിച്ചോളാന്ന് പറഞ്ഞില്ലേ? ചെല്ലമ്മ, തീപ്പെട്ടി അധികം ഉണ്ടെങ്കിൽ ഓഹോ, ശബ്ദിക്കരുത്. ഇവിടെ ഇപ്പൊ വരാം. ഇന്നടാ ചായ. ചേട്ടാ കുടിക്കാൻ. എന്താടാ വജ്രാമ, തുലക്കം കുടിച്ചതിന്റെ ബാക്കി ആയത് കൊണ്ടാണാ കുടിക്കാത്തത്? മേശിരി വരാറായി, ഒന്നും പറയണ്ട. താൻ ചുമ്മാ വിരോധമുള്ളവരെ പറ്റി ന്യൂസ് അടിച്ച് ഇറക്കേ.
ഇല്ല ചാണ്ടി, എന്റെ കണ്ണ് കണ്ടിട്ടാണ് ഞാൻ കണ്ടു. വാസുണ്ണ കള്ളസാക്ഷി പറയല്, വാസുണ്ണ കണ്ടോ? പിന്നല്ലാതെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. എന്ന് വെച്ചാൽ എന്റെ ഭാര്യ അമ്മു കണ്ടു. എന്നാ പിന്നെ ശരി. ചെല്ലമ്മയാരാ പുള്ളി? നാട്ടുകാർ ഗുണമൊന്നുമില്ലേ? ഭയങ്കര ചീറ്റല. ഏതായാലും മേസ്ത്രി വരട്ടെ. അങ്ങേർക്കാണല്ലോ ചെല്ലമ്മയെ പറ്റി പറയുമ്പോ സഹിച്ചുകൂടാത്ത. അതാ ഞാനും പറയുന്നത്. എന്ത് ചെല്ലമാന്ന് ചന്തയിലങ്ങ് പോയില്ലേ? പോയി, നേരത്തെ അങ്ങ് പോന്നു. ആ, അതാ നല്ലത്. ഏയ്, ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ എന്ന്? ഇല്ലല്ലോ. ഇച്ചിരി ഉമിക്കരി തരുവോ? ഇവിടെ ഉമിക്കരി ഇല്ല. അതെന്താ? ചെല്ലമ്മ പല്ല് തേക്കത്തില്ലയോ? എന്തിനു വേണം അറിഞ്ഞിട്ട്? അല്ല, നല്ല ഒന്നാന്തരം മുല്ലമുട്ട് പോലിരിക്കുന്ന പല്ലുകൾ. വിഷമിക്കണ്ട, പോയി. ചെല്ലമ്മ എന്നെ അറിയോ? എനിക്കാരും അറിഞ്ഞൂടാ, അറിയുകയും വേണ്ട. എന്നാൽ ഞാൻ പോയേക്കാം. ഇവിടെ ആരും വിളിച്ചില്ലല്ലോ. വിളിച്ചില്ല, സമ്മതിച്ചു. ഇച്ചിരി ഉമിക്കരി തന്നാൽ. ഉമിക്കരി ഇല്ലെന്നല്ലേ പറഞ്ഞത്? നീ ഉമിക്കരി ആ എഞ്ചിൻ ഓട്ടിക്കുന്ന ഡ്രൈവർക്ക് കൊണ്ടുകൊടു. ഏതരപ്പാടിയാണത്? ഞാനാ ചെല്ലമ്മ. ചെല്ലമ്മ, അല്ല, ഇതാര്? കൊച്ചങ്ങത്തിയോ? എന്താണ് കൊച്ചങ്ങത്തെ ചുമ്മാതെ എറിഞ്ഞു വാട്ടി കളയണത്? ഇങ്ങോട്ട് കയറി വരണം. ഞാൻ വരട്ടെ? വരണന്നേ. ഇങ്ങനെ പേടിച്ചാലോ? ഇരിക്കി. പിന്നെ എന്തിനു കൊച്ചങ്ങത്തെ വിശേഷിച്ച്? ചെല്ലമ്മ, ആ, ചെല്ലമ്മ എന്നെ ഒന്ന് സഹായിക്കണം. ഓഹോ, എനിക്ക് ചെല്ലമ്മ എന്ത് ഇഷ്ടമാണെന്ന് എന്നെ ചെല്ലമ്മയ്ക്ക്. ചെല്ലമ്മ, ആ കൈയൊന്നും ഇങ്ങോട്ട് നീട്ടി ചെല്ലമ്മ. ഞാൻ അതിൽ പിടിച്ചൊന്ന് കര കയറട്ടെ. ആഹാ, അത്രയാ ഉള്ള. കൈ കരക്കരിക്കോളൂ. അതുപോലെ ചെല്ലമ്മ. പിന്നെ എന്തിനു വേണം കൊച്ചങ്ങത്തേക്ക്? ഉള്ള കാര്യങ്ങൾ വിട്ട് പറയേ. ചെല്ലമ്മ, എനിക്ക് അച്ചിയാക്കണ? അതൊക്കെ പഴഞ്ഞതല്ല ചെല്ലമ്മ. പിന്നെ ഗാന്ധർവം. അയ്യോ, അതെന്തൊരു കുന്തം! കളിയാക്കാതെ ചെല്ലമ്മ, ചെല്ലമ്മയ്ക്ക് അറിയാം. ഓ, അത് പക്ഷേ അച്ഛന്റെ കൂടെ പറഞ്ഞ ഇക്കാര്യം? അയ്യോ, അച്ഛനറിയണ്ട. ചതിക്കില്ല ചെല്ലമ്മ. കൊച്ചങ്ങത്തേക്ക് ഭാഗ്യമുണ്ട്. അച്ഛനതാ വരണല്ല. ഞാൻ പറഞ്ഞു സമ്മതിപ്പിക്കാം. അങ്ങത്തെ. അയ്യോ ചെല്ലമ്മ. ഓ, അങ്ങത്തെ. ആ, ഇങ്ങോട്ട് വരണം. ഓ, ഒന്ന് കേറി വെച്ച് പോണം. വരണന്നേ. പിന്നെ എന്തെല്ലാം ചെല്ലമ്മ വിശേഷം? ചെല്ലമ്മയെ ഒന്ന് കാണണം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം എന്ന് വിചാരിച്ച്. അയ്യോ, വീട് പൊളിച്ചു മാറ്റുന്ന കാര്യമോ മറ്റോ ആണോ?
അത് ഞാൻ എന്നാ വിട്ടോ? എന്റെ മകൻ ഗോപി പറഞ്ഞിട്ട് പോലും ഞാൻ കേട്ടില്ല. ഗോപി അങ്ങത്തെ എന്തിനു പറഞ്ഞ്? അവൻ ഒറ്റ പിടിയായി നിന്നില്ലേ? കാൽ നാഴികയ്ക്കകം നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് അവന്റെ അമ്മയെ കൊണ്ടും പറയിച്ചു. ഞാൻ പറഞ്ഞു തലമാ ഇറങ്ങി പോടാന്ന്. അങ്ങത്തെ ദയവ്. ആ ഞാൻ പറയാമെന്ന കാര്യം പറഞ്ഞില്ല. ചെല്ലമ്മ, ഇനി ചെല്ലമ്മ ചാന്തേ പോകണ്ട. അയ്യോ, ചന്തയ്ക്ക് പോകാതിരുന്ന അവനെ ഞാൻ എന്തിനു തിന്നും? വായി പൊട്ടണോ? ചെല്ലമ്മ, എന്തോ? ഞാൻ വിചാരിച്ച നിന്നെ പോലെ ഒരു 7 എണ്ണത്തിന് ചിലവിന് കൊടുത്ത് ഉറപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിച്ചു. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെയോ? പക്ഷേ അങ്ങത്തേരെ വീട്ടിലെ അമ്മച്ചിയുടെ ഒരു വാക്ക് ചോദിക്കാതെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവക്കിതിലെന്തോന്നാ കാര്യം? ഞാനും ചെല്ലമ്മയും മാത്രം അറിഞ്ഞാൽ മതി. നീ അകത്തോട്ട് വാ. അയ്യോ, ഈ പട്ടാപ്പകല്ലോ. നീ അകത്തോട്ട് വാ. കൊച്ച കുഞ്ഞുങ്ങളെ പോലെ വാ. നീ അകത്തോട്ട് വാ. നീ അകത്ത് പാടില്ലമ്മ. പിടികിട്ടി. നിന്നെ ഞാൻ പല ദിവസം കൊണ്ട് പിടിക്കാൻ നടക്കാം. ഇന്ന് പിടിക്കും. നീ എന്തിനാണ് അവിടെ വന്നു? എന്തിനു വന്നു? മാസിക ചെല്ലമ്മ വീട്ടിലാണോ മാസിക? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ, പശുവിന്റെ വാഴ മുഴുവനെ തിന്നല്ലോ. കൊച്ചുങ്ങളെ വളർത്തുന്നത് പോലെ പേടി പേടി വളർത്തി ഇത്രത്തോളം ആക്കിയതാണ്. അയ്യോ, കഴുത്ത് തിരുമിയിട്ടിരിക്കുന്നത് പോലെ അല്ലയോ എന്നെ വാഴ കിടക്കുന്നത്. ദ്രോഹികള്, കാലമാടന്മാര്. അത്രയ്ക്കായോ? എന്റെ പശുവിന്റെ കയർ നീ അറുത്തു വിടും. ആ വാഴ ആരാ അങ്ങോട്ട്? ആ വാഴ അങ്ങോട്ട് വെട്ടിക്കണം. ചട്ടികളൊക്കെ ഇട്ട് പുറത്ത് വേറെ പോയിട്ട് കൊടുത്തിരിക്കണം. എന്തിനാണ് നോക്കിക്കുന്നത്? അകത്തോട്ട് കയറി പിടിച്ചു കെട്ടിക്കണം. അവളെ പിടിച്ചു കെട്ടി ആർക്കുളത്തിരിക്കുന്ന കൈ അടിച്ച് ഒട്ടിച്ചിട്ട് അടിച്ചു ഓടിക്കേ. കാണട്ടെ, അമ്മയുടെ മുലന് പാല് കുടിച്ചവന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണട്ടെ. ശേഷമുള്ള ക്ഷണിക്കാന് എന്നാ പിടിച്ചില്ലേ? വാ, പിടിച്ചു. താൻ തന്റെ പാടിന് പോടും. തന്റെ ആരെങ്കിലും വിളിച്ചോ? പോയില്ലെങ്കിൽ നീ പോടേ സ്വീകരിച്ചെടുക്കാൻ. എടോ മൂപ്പിന്നെ കൈമണി, ഈ പെണ്ണും പിള്ളേടുത്ത് കളിക്കുന്നവർക്ക് എന്റെ അടുത്ത് കളിക്കരുത്. അടിച്ചണ്ടിന്റെ പല്ലി ഞാൻ താഴെ ഇടും. ഏതാ പിടിച്ചു കിട്ടടാ ഇവനെ. ആ എന്നാ വാ പിടിച്ചോ. അല്ലേ അകത്തെ ഞാൻ കിട്ടിയത് ശരിയാവൂല. വാസ് കെട്ടട്ടെ. വാസു ഇയാളെ ചെടേർന്ന് പിടിച്ചു കെട്ടിയാല് എനിക്ക് നിൽക്കാൻ സമയമില്ല. എനിക്കൊരു സ്ഥലം എടാ എന്തോന്നാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എടാ പട്ടികളെ പോയിടാ പോയിട്ട. ഞാനിക്കൊക്കെ തന്ന ചോറ് വേറെ വല്ലത് പോകാനാണ്. എന്തോന്നാടാ നോക്കുന്നത്? ചായ വേണമെങ്കിൽ ഈ വെട്ടുകത്തി കണ്ടാൽ പേടിച്ചെങ്ങനെ ചായ ചോദിക്കും? ഇത്രയും തന്റെ ഇടം കാണുമെന്ന് ഞാൻ ഓർത്തില്ല. അയ്യോ, നിലയില്ലാതായപ്പോൾ അന്തം വിട്ട് അർപ്പുകത്തി എടുത്തു പോയതാണ്. എനിക്കാരുമില്ല. എന്നെ ഒരു വിധത്തിലും കിടന്നു പിഴയ്ക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. ചായ തിളപ്പിക്കട്ടെ? ഇച്ചിരി ഉമിക്കരി കേട്ടിട്ട് തരാത്ത ആളുടെ ചായ എനിക്ക് വേണ്ട. അയ്യോ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. എന്നാ ചായയും പിന്നീട് മതി. ഇപ്പൊ എനിക്ക് ചായ വേണ്ടാഞ്ഞിട്ട് തന്നെയാ.
ഇനി ഒരിക്കലാവട്ടെ. എടോ, ഈ മാട്ടവെള്ളമല്ലാതെ ഇച്ചിരി ചൂടുള്ളവനെ കിട്ടത്തില്ലയോ? വേണോ? നല്ല അസലുണ്ട്. പട്ടയോ വാറ്റോ? നല്ല ഒന്നാം തരം വാറ്റ്. ആ, എന്നാ പോയി കൊണ്ടുപോവാ. ശരി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നടുത്തു താമരക്കളിത്തോണി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നടുത്തു താമരക്കളിത്തോണി. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂനിലാവിറങ്ങി വന്നു നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂനിലാവിറങ്ങി വന്നു നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. മയക്കമെന്തേ 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 മെരുക്കിയാൽ മെരുങ്ങാത്ത മാൻകിടാവേ. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നടുത്തു താമരക്കളിത്തോണി. ശ്രാവണ പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂവണി മഞ്ചവും മടക്കി വയ്ക്കും. കാർമുകിൽ മാലകൾ മടങ്ങിയെത്തും. ശ്രാവണ പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂവണി മഞ്ചവും മടക്കി വയ്ക്കും. കാർമുകിൽ മാലകൾ മടങ്ങിയെത്തും. ഉണരുണരൂ 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 മദനൻ വളർത്തുന്ന മണിപ്പിറവേ. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നടുത്തു താമരക്കളിത്തോണി. ചെല്ലമ്മ ഇന്ന് ചന്തയിൽ പോയില്ലേ? പോണം. വരുമ്പോ എനിക്ക് എന്തോ കൊണ്ടുവരും. എന്തിനു വേണം? ഒന്നും വേണ്ട, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ചെല്ലമ്മ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? എങ്ങനെ അറിഞ്ഞു? ചിമ്മിനി വിളക്കരിയുന്ന കണ്ടു. ആരോ പാടുന്നത് കേട്ടല്ലോ എഞ്ചിൻ പുരയിൽ. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ കള്ളം. നല്ല പാട്ടായിരുന്നു.
ചുമ്മാ ഒറ്റയ്ക്കിരുന്നപ്പോൾ അറിയാതെ പാടിപ്പോയി. അതിനുശേഷം ഞാൻ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, അതെന്തിനാണ്? ആ പാർവതികാർ വല്ല ശല്യവും ചെയ്യുന്നുണ്ടോ നോക്കാൻ. എനിക്കും ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഒന്നും അങ്ങ് പേടിക്കണ്ട കേട്ടോ. ഞാൻ കുളിക്കട്ടെ. അറിയാനോ? അതെന്താ മുതലാളി അങ്ങനെ ചോദിച്ചത്? ഇല്ല, കണ്ടിട്ടും കേട്ടിട്ടൊക്കെ കുറെ നാളായി. എന്ന് വിചാരിച്ച് മറക്കണ? ആ, നമ്മുടെ ആട്ടുംകുട്ടി എങ്ങനെ ഇരിക്കുന്നു? ചത്താ ഉണ്ടാ? ഉണ്ട് ഉണ്ട്. പറഞ്ഞതുപോലെ അതിന്റെ വില തന്നില്ലല്ലോ. ഇത് ഇപ്പൊ വെച്ചേക്കണം, ബാക്കി ഞാൻ പിന്നെ തന്നേക്കാം. വിലക്കല്ലല്ല നമ്മൾ തന്നത്. അയ്യോ വേണ്ട മുതലാളി, അതിന്റെ വില വാങ്ങിച്ചേക്കണം. വാങ്ങിച്ചോളാം, ഇരിക്കട്ടെ. ചെല്ലമ്മേ, ചെല്ലമ്മേ, ഒരു സഹായം ചെയ്യാവോ? എന്തിനാണെന്ന് പറയിൻ. ഈ മീനൊന്ന് കറി വെച്ച് കൊടുത്തയക്കാവോ? ഞാൻ കറി വെച്ചാൽ നന്നാവില്ല, പിന്നെ വഴക്കിന് വരരുത്. അത്രയ്ക്കൊക്കെ നന്നായാൽ മതി. പക്ഷേ വടക്കം പുളിയിട്ട് വെക്കണം, മനസ്സിലായോ? ഗണപതിയേ വന്നു വരം തരണേ, വെള്ളായണിയിൽ വാഴും അമ്മ ഭഗവതിയേ. തിരുമലതാം തീരത്ത് മലകൾ തന്നോരത്ത് കരിമലകൾ കഥ പറയും കാലത്താണേ. തിരുമലതാം തീരത്ത് മലകൾ തന്നോരത്ത് കരിമലകൾ കഥ പറയും കാലത്താണേ. വേട്ടയ്ക്കു വേടന്റെ വേഷം പൂണ്ടു കാട്ടിൽ കളിക്കുന്ന വീരാ, കാടിടക്കിയ കരുമകാനിൻ കരുണ വേണമേ ഹര ഹര ശിവ. മലമകൾ കാട്ടാള മങ്കയായി മൗലിയിൽ പീലികൾ ചൂടി, തിരുവുടൽ നല്ല കരിനിറമായി ശങ്കരൻ തൻ ഗൗരിയൊത്ത് വേടയ്ക്കു വേടന്റെ വേഷം പൂണ്ടു. അത്തയ്യം തികതയ്യം താരോ കേലം തിത്തയ്യം തികതയ്യം താരോ. ശംഭുവും കരിവടിവായി മലമങ്കയോധൻ പിടിയായി, തുമ്പിയും കൊമ്പും മുളച്ചു മലരമ്പനോടൊത്തു കളിച്ചു, ഒത്തുകളിച്ചു ഒത്തുകളിച്ചു. 10 മാസം ചെന്നു പെറ്റു ഒരു ചള്ളവയറുള്ള പിള്ള, ഒരു ചള്ളവയറുള്ള പിള്ള. ഉണ്ണിഗണപതിയെ എന്നവർ പേർ വിളിച്ചു, പൊന്മകനായി തന്നെ വളർത്തി വച്ചു. ഷൺമുഖ ഭഗവാന്റെ തമ്പിയായി വളർന്നൊരു തമ്പുരാൻ തന്റെ പാദം കുമ്പിടുന്നേ, ഞങ്ങൾ കുമ്പിടുന്നേ. വെച്ചടി വെച്ചടി വെച്ചടി
ഉമിക്കരി. ചെല്ലമ്മ ഇന്ന് ചന്തയിൽ പോണില്ലേ? ഇന്ന് ചന്തയില്ലല്ല. അതുമല്ല, ഇന്ന് ഉച്ച തിരിഞ്ഞ് ഞങ്ങൾ തൂക്കം കാമാൻ പോന്നു. ഞാനും വരട്ടോ? ഓഹോ, വരുമോ? ചെല്ലമ്മ വിളിച്ചാൽ എവിടെ വേണമെങ്കിലും വരാം. എന്താ വിശ്വാസമില്ലേ? എന്താടി ചെല്ലമ്മ, നീ ഒരുങ്ങി കഴിഞ്ഞില്ലയോ? ദാ വരണക്കാ. മുടിയെ പൊട്ടും വേണം തുടങ്ങി. വരണ വരണ. പിടിക്ക് 2 ചക്രം. 4 ചക്രത്തിന് വേണം. കോട് വേണ്ട, കുറച്ചുകൂടെ. മുടിയെണ്ണത്തായിരുന്നു. ആന ഞാൻ പോണം. വരുന്നില്ലേ? അതെന്നെ എന്റെ മന്നി വെളുക്കട്ട് കാണുന്നില്ലേ? ആ, എന്നാ നീ പോ. ഞങ്ങൾ വെളുപ്പിനേ ഉള്ളൂ. ഞാൻ പോണ കേട്ടാ. ഉത്സവസ്ഥലത്ത് നിന്ന് പോരുന്നത് ഞാൻ കണ്ടു. ഈശ്വര, ഈ നേരത്ത്? ഏത് നേരത്തും നീയാണ് എന്റെ മനസ്സിൽ. ചെല്ലമ്മേ, ചെല്ലമ്മ പേടിച്ചു പോയോ? ഞാൻ അയ്യോ, എനിക്ക് ഭയമാവുന്നു. ചെല്ലമ്മയ്ക്ക് എന്താണ് ഇത്ര പരിഭ്രമം? അയ്യോ, വിടൂ, എന്നെ തുടല്ലേ. എനിക്ക് പേടിയാവും. ചെല്ലമ്മ എന്റേതാണ്, എന്റെ മാത്രം.
ചെല്ലമ്മ പിന്നെയും കരയുകയാണ്. ഞാൻ വെളുപ്പിനെ എഞ്ചിനും കൊണ്ട് പോവുകയാണ്. ഞാൻ തിരിച്ചു വരും ചെല്ലമ്മേ. വരാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എഞ്ചിൻ പുരയിലിരിക്കുമ്പോൾ എല്ലാ രാത്രിയിലും ചെല്ലമ്മയെ പറ്റി മാത്രമായിരുന്നു എന്റെ വിചാരം. ചെല്ലമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ അമ്മ മരിച്ചപ്പോൾ ഒന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ കൈ പിടിച്ച് നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, മോളെ നീ ഒരുത്തിയെങ്കിലും. ചെല്ലമ്മേ, ഞാൻ കാരണം നിനക്ക് ഒരു മാനക്കേടും വരില്ല. ധൈര്യമായിരിക്കെ. ഞാനല്ലേ പറയുന്നത്. ഞാൻ പോട്ടെ ചെല്ലമ്മേ. കടകടച്ച് കിടക്ക്. ഞാൻ തിരിച്ചു വരും ചെല്ലമ്മേ, തിരിച്ചു വരും. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി ഇനിയെന്നു കാണും നമ്മൾ തിരമാല മെല്ലെ ചൊല്ലി ഇനിയെന്നു കാണും നമ്മൾ തിരമാല മെല്ലെ ചൊല്ലി ചക്രവാളമാകെ നിന്റെ ഗൽഗതം മുഴങ്ങിടുന്നു ചക്രവാളമാകെ നിന്റെ ഗൽഗതം മുഴങ്ങിടുന്നു കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരയുന്ന രാക്കിളി
കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരയിൽ നീ മാത്രമായി. എന്താണോ കൊച്ചിരാമ? ചെല്ലമ്മ എവിടെ? ഞങ്ങൾ എത്ര നേരമായിട്ട് കാത്തു നിൽക്കുന്നു. അക്കനെ എഴുതിച്ചില്ല. എന്താണ് സുഖമില്ലേ? എന്ത് ചെല്ലമ്മ പെരകത്ത് കയറി ഒളിച്ചിരിക്കണത്? എന്തിനു പറ്റി? ഒന്നും പറ്റിയില്ല, മേലൊക്കെ ഒരു വേദന. മനസ്സിന് വേദനയൊന്നും ഇല്ലല്ലോ. പനിയുണ്ടോടി? ഒന്നുമില്ല. പയ്യങ്കി കിടന്നു, ഞങ്ങൾ പോണു. എന്റെ ഉള്ളിയൊക്കെ ചെല്ലമ്മ വന്നില്ലേ? ഇല്ല, അവക്ക് ലേശം പനിയുണ്ട്. പനിയാ? മരുന്നെല്ലാം വാങ്ങിച്ചു കൊടുത്താ? ഓ, അത്രയ്ക്കൊന്നും ഇല്ല. എന്തിനാലോചിച്ചോണ്ട് നിക്കണത്? ഇല്ല ഇല്ല, ഒന്നും ആലോചിക്കുന്നില്ല. നാട് ഉറങ്ങിപ്പോയി ആ ഇഞ്ചം പോയതോടെ. ആവിയുമില്ല അനക്കുമില്ല, അല്ലേ അല്ലമ്മ? നിന്റെ അവനിനി എന്ന് പരിപാടി? ആര്? നിന്റെ എഞ്ചിൻ ഡ്രൈവർ. ഉയരും കൊണ്ട് ഓടി അവൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അങ്ങനത്തെ അവന്റെ മൂക്ക് പിടിച്ച് ശാന്തിരിക്കുമായിരുന്നു. തന്തയ്ക്കൊണ്ട് കൊടുക്കും. ആരായിരിക്കും? ചുമ്മാ ഇങ്ങനെ കടത്തിന്റെ കയറി മുട്ടും കെട്ടി എന്നിട്ട് വന്നിരിക്കുന്നു. തന്തയ്ക്ക് പറയാം, നിങ്ങൾ എത്ര നാളിങ്ങനെ എന്റെ ചോര പിടിഞ്ഞു വെച്ച് ജീവിക്കും. നീ ചേമ്പാറ കാശെടുക്കടി. അരി വെള്ളം ചേർത്തുണ്ടാക്കുന്ന കാശ് തന്നല്ലോ. ചേക്കണ്, നിങ്ങ കണ്ടാ ചേക്കണത്? എന്തിനടി അമ്മൂ ഭാര്യയും ഭർത്താവും കൂടെ വഴക്ക്? അല്ല നോക്കക്ക, ഞാൻ ചോമടി ഒന്നുകൊണ്ട് കൊടുക്കണം ഇങ്ങനെ കള്ളം കഞ്ചാവും കുടിക്കാൻ. വാ കൊടു, മറ്റാർക്കും അല്ലല്ലോ, പിള്ളേരുടെ തന്തയ്ക്കല്ലയോ. വരണാക്ക. കുന്നംകുളങ്ങരെ കുഞ്ഞുകൂട്ടിയമ്മേടെ പൊന്മകൾ ശാരദ പൊന്നുമോള് കല്യാണം ചെയ്തോരു കാന്തനോരു ദീനം മല്ലാക്ഷി മറ്റൊരു നാരിയെയും കേട്ടുവെന്നുള്ളൊരു വൃത്താന്തം കേട്ടിട്ട് ഞെട്ടി വിറയ്ക്കുന്ന ശാരദയും പതിയെ വിളിച്ചവൾ കണ്ണ് നീറിക്കൊണ്ടൊതളഞ്ഞ ഒന്നു പറിച്ചെടുത്തു. ഒതളഞ്ഞാതിന്നു കഷ്ടം ഭഗവാനെ, തിരുമേരി എന്തേ ദൂരം നീടാത്തു. കേളടിയല്ലോ ആ മണ്ണന്മാരെ അലക്കണില്ലേക്ക? അവിടെ കാച്ചിരിക്കുന്ന കായാണോ ഈ ഒതളങ്ങ, ഈ വരിക്കുമാങ്ങ പോലെ? ഓ, എന്തെങ്കിലും ആവട്ടെ, നീ ഇതൊന്ന് കേള്. അക്ക, കല്യാണം.
എവിടുത്തെ കല്യാണമാണ് ഇത്? ചെറുക്കനും പെണ്ണും ജോഡി തന്നെ ഓടി ചെല്ലമ്മ. എനിക്ക് അകലത്തെ കാണണില്ല. ഓ, ജോഡി നോക്കാഞ്ഞിട്ട. വാക്ക നമുക്ക് കിടക്കാം. പള്ളിയേക്ക, പിന്നെ ഇത്ര ആളും മേളം ഒന്നും ഇല്ലെങ്കിലും കല്യാണമാവില്ലേ അക്ക? പെണ്ണും മാപ്പിളയും മാത്രം മതിയെന്നു മണ്ടി. പിന്നെ പോരെ, അവരുടെ മനസ്സിലല്ലേ അക്ക കല്യാണം? തന്നെ തന്നെ. പക്ഷേ അതിന്റെ പേര് വേറെയാ, കല്യാണമല്ല. നീ വന്ന് കിടക്ക. ആരാടാ ഛർദിക്കണത്? ചെല്ലമ്മ, എന്താടി? കാർത്തി, ഓടിപ്പോയി ഒരു കോടി വെള്ളം കൊണ്ടുപോവാ. എന്തരടി അല്ലമ്മ? എന്തരടി അല്ലമ്മ? ഒന്നുമില്ല, കാലത്ത് ഇത്തിരി പഴങ്ങഞ്ഞു കുടിച്ചതാണ്. അപ്പൊ മുതലേ ഒരു മനമറിപ്പ്. നീ ഇന്ന് ചന്തയിൽ വരണ്ട, വീട്ടിൽ പോയി കിട. വേണ്ട, എനിക്ക് അത്രത്തോളം ക്ഷീണമൊന്നുമില്ല. പറഞ്ഞു കയറി പണി. ഞാൻ മരുന്ന വഴിക്ക് വൈദ്യശാല കയറിച്ചിട്ട് മരുന്ന് വല്ലതും മേടിച്ചോണ്ടില്ല. എങ്ങനെ ഇരിക്കുന്നു മോളെ? സാരമില്ലക്ക, മാറി. ആ, ഞാൻ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. കാരച്ചട്ടയും ഗ്ലാസ്സും ഒന്നും ഇല്ലടി. ചെല്ലമ്മ, എന്തോ ഇതെന്തരാണിത്? ഇത് കൊള്ളാം. മനുഷ്യർക്ക് വല്ലതും വയറ്റിനെ പിടിക്കാതായാൽ ഛർദിക്കൂല്ലേ? ഇങ്ങോട്ട് നോക്കാൻ. പെണ്ണെ, മത്തങ്ങ എടുത്ത് ചോറ്റിൽ പൊതിഞ്ഞു വെച്ചാൽ എത്ര നേരം ഒളിക്കോടി? പറ, ഞാനും ഇതൊക്കെ കുറെ കണ്ടവള. നേര് പറയടി. അക്ക, ഞാൻ പേഴച്ചവളെ, മിണ്ടിപ്പോകരുത്. എന്റെ കൈ കൊണ്ട് ഇന്ന് നിന്നെ ഞാൻ കൊന്നു കുടിച്ചു മൂടും. അക്ക, അക്കനും കൂടി ഇങ്ങനെ തുടങ്ങിയ എങ്ങനെ മനുഷ്യരുടെ വെട്ടത്തിറങ്ങി നടക്കുവടി നീ? ഞാനും കൂടെ അറിഞ്ഞുകൊണ്ടെന്നല്ലേ ആരും പറയും. പെറ്റ തള്ളയെ പോലെ കൊഞ്ചിച്ച് കൊണ്ടു നടന്ന് ഇത്രയും നീ എന്നോട് ചെയ്യാനുള്ളത് തന്നെ. നിന്റെ പാടുപോലെ അയക്കും. ഞാൻ എന്തിനു നീ മല്ലവളുടെ വീട്ടിൽ വന്ന് ചാങ്കടയ്ക്കായി കിടക്കണം? ആരെ കുടം പിടിപ്പിക്കാൻ? കിടക്കാനൊരു കൂര എനിക്ക് കൊണ്ടടി. അക്കൻ എവിടെ പോണു? ചൂടുകാടില്ല. നിനക്കെന്തിനു വേണം പറഞ്ഞിട്ട്? അയ്യോ, അക്കൻ കരയാണ് വള്ളിയക്ക. കരയട്ടെ, കരഞ്ഞു ചാവട്ടും. അക്ക, അക്ക, എന്താ കൊച്ചിരാമ? അക്കൻ എന്തിനാ കരയണേ? മരുന്ന് വല്ലതും മേടിക്കണോ? നീ പോയി കിടക്ക.
പേടിക്കാനൊന്നുമില്ല. അവക്കൊരു വയറ്റ് വേദന. നീ പോയി അക്ക ഞാൻ മഴക്ക് പറഞ്ഞതുകൊണ്ട് എന്റെ മോള് മറ്റൊന്നും വിചാരിക്കും. ചെഴുത്തയും ചമ്മണ്ടയും ഒന്നുമില്ലാത്ത ഒരു കളറിയാ ഞാൻ. അക്കനെ എന്തും പറയാം. അക്കനല്ലാതെ വേറെ ആരുണ്ട് എന്നെ ശാസിപ്പാൻ, ഗുണദോഷിച്ച് നേർവഴിയെ കൊണ്ടുപോകാൻ? ഏതിനും വന്നത് വന്നു. നമുക്ക് വഴിയുണ്ടാക്കാം. ഇത്രയല്ലേ ആയുള്ളൂ. ഒരബദ്ധം ആർക്കും പറ്റിപ്പോ. മോള് കരയാതെ നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ വെളുപ്പിനെ എഞ്ചിനും കൊണ്ട് പോവുകയാണ്. ഞാൻ തിരിച്ചു വരും ചെല്ലമ്മേ. വരാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എഞ്ചിൻ പുരയിലിരിക്കുമ്പോൾ എല്ലാ രാത്രിയിലും ചെല്ലമ്മയെ പറ്റി മാത്രമായിരുന്നു എന്റെ വിചാരം. രാത്രിയിലും ചെല്ലമ്മയെ പറ്റി മാത്രമായിരുന്നു എന്റെ വിചാരം. ഒന്നും പേടിക്കണ്ട. പല്ലിലും ചുണ്ടിലും തൊടാതെ അണ്ണാക്കി ഒഴിച്ചു. നേരത്തോടെ നേരമാകുമ്പോ രണ്ടും രണ്ട് പാത്രമാകും. വേണ്ടക്ക, നമുക്ക് കുഞ്ഞിനെ വളർത്താൻ. ഇവളെന്തിന് ബോധക്കേട് പറയണു? എന്നെ അതിന് തലപൊക്കി നടക്കാൻ ഒക്കൂല. എന്താ നടന്നാല് അതിന്റെ തന്ത ആരാന്ന് ചോദിച്ചാൽ നീ എന്തൊരു പറയും? കോട്ടയത്തുകാരൻ കുഞ്ഞച്ചൻ എന്ന് പറയും. കോട്ടയത്തുകാരനാണോ ആലപ്പുഴക്കാരനാണോ എന്ന് നിനക്ക് എങ്ങനെ അറിയാം? എന്നിട്ട് ഇപ്പൊ എവിടെ പോയി അയാള്? എവിടെ പോയാ വരുമക്ക, എന്തെങ്കിലും വരും. വരും വരും. നീ കാലം നീട്ടിയിരുന്നു. നമുക്ക് കാണാം. ചായ. തങ്കപ്പ, നീയൊക്കെ കൂടെ ചേർന്നുകൊണ്ട് തന്നെയാ ആ നസ്രാണിയെ കൊണ്ട് ആ ചെല്ലമ്മയെ പഴപ്പിച്ചത്. ഓണ്ടറേ, അനാവശ്യം സംസാരിക്കരുത്. എനിക്കതല്ല ജോലി. എല്ലാരും വാസവണ്ണനെ പോലെയാണ് വിചാരിക്കരുത്. എന്നെ പോലെ എന്ന് പറഞ്ഞ പറയട്ടാ, ആർക്കും ഒന്നും അറിഞ്ഞുകൂടുന്ന വാസവണ്ണൻ തെറ്റിദ്ധരിക്കും. കള തങ്കപ്പ, ചുമ്മാതെ ഒന്നും രണ്ടും പറയാം. നിങ്ങൾ തമ്മിൽ എന്തിനാ വഴക്കിടുന്നത്? എന്ത് വെള്ളിയൊക്കെ ആ പെമ്പറന്നൊരു പെറ്റാ? ഇല്ല മേശിരി, കിടന്നു വിളിയോടെ വിളി തന്നെ. കണ്ടും കേട്ടും ഇരിപ്പാൻ ഒക്കൂല്ല. കെട്ടിയെടുത്ത് വല്ല ആശുപത്രിയിലും കൊണ്ട് ഇടാത്തത് ചത്ത് വിളക്കരുത് നാറാതെ. ആരുണ്ട് മേശിരി അതിനൊക്കെ ഒന്ന് സഹായിക്കും? ഞാൻ വിചാരിച്ച വല്ലതും നടക്കും. എന്റെ കയ്യിൽ അതിനുള്ള പാങ്ങുമില്ല. ആ, ഇങ്ങനെയുള്ളതിലൊന്നും ആരും കാണില്ല. അനുഭവിക്കട്ടെ. വല്യേക്ക, ഒന്നിങ്ങോട്ട് വരണം. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു. രക്ഷ വേണമെങ്കിൽ ഒരു നാഴിക്ക് മുമ്പ് ആശുപത്രിയിൽ എത്തിക്കണം. അയ്യോ, എന്റെ മോളെ, നമ്മൾ ഇത്ര മഹാഭാവികളായി പോയല്ലോ. സഹായത്തിന് ആര് പോലും ഇല്ല. അയ്യോ ഞാൻ ചത്തുപോമേ. എന്റെ മോളെ കരയാതെ സമാധാനമായിട്ട് കിടക്കും. എല്ലാരും വരും. വേഗാട്ടെ, ഇനി താമസിക്കട്ടെ. എന്തിനു നോക്കിക്കണേ പിടിച്ചു? നിങ്ങളെല്ലാം കൂടെ പിടിച്ചിങ്ങോട്ട് എളുപ്പാട്ടെ. സാവധാനം. സൂക്ഷിച്ച് പിടിക്കും നിങ്ങൾ.
എങ്ങനെയുണ്ട് ഡോക്ടർ സാർ? ഒന്നും പറയാൻ വയ്യ. നോക്കാം. ഗർഭചിത്രം മൂലം മരണം. സ്ഥലത്തെ ഒരു പൗരപ്രമുഖന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന തങ്കമ്മ എന്ന പേരുള്ള ആശുപത്രിയില് കുട്ടി എന്താ ആണോ പെണ്ണ? ചാകുളം 5-6 മാസമല്ലേ ആയുള്ളൂ. ഇപ്പൊ അറിയാൻ ഒക്കില്ലായിരിക്കും. ഈ പെണ്ണ് ഇവിടെ ഉണ്ടായിട്ട് ബാക്കിയുള്ളവർക്ക് എന്തോ ഗുണമെണ്ണ? അവള് വലിയ പുള്ളിയല്ലേ. ചെല്ലമ്മ, ചെല്ലമ്മ, ചേച്ചേ പോട്ടിയല്ലമ്മ, സാരമില്ല. ഞാൻ പോണിയല്ലോ, ഞാൻ പിന്നെ വരാം. ആ നശിച്ച പെണ്ണിന് എങ്ങനെ ഇരിക്കുന്നോ എന്തോ. ആർക്ക്? ആ ചെല്ലമ്മയ്ക്ക്. ഒലഞ്ഞു പോട്ടെ. ചെറുക്കനോട് ചോദിച്ചാൽ അറിയാം. എന്താടാ കൊച്ചുരാമ, ചെല്ലമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ടോ? ആ 2 ദിവസത്തിനകം വരും. വരട്ടെ, ഇവിടെ ഇറക്കി വിടണം. നാട്ടിന് മുഴുവൻ പേര് ദോഷം ഉണ്ടാക്കിയ മൂത്തയും. പോവാ. തള്ളേ, കട്ടില് കയറി ഇരിക്കണ്ട. നിങ്ങൾക്ക് നാളെ വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. നോയിക്കൊണ്ടിരിക്കാതെ വട്ടി ഇങ്ങോട്ട് തരാൻ. എന്നാ കായിട്. എന്തടി കാർത്തി, നിന്റെ ചുന്നരിച്ചല്ലമ്മയുടെ മാപ്പിള വന്ന? എന്തോ ഞാൻ അന്വേഷിച്ചില്ല. പിന്നെ ആരാണിപ്പം ചെലവിന് കൊടുക്കണത്? മേസ്ത്രി തന്നെ. അമ്മോക്ക, നിങ്ങൾ നിങ്ങളുടെ വാർഡ് നോക്കിപ്പോയി ചുമ്മാ ദൈവദോഷം കിട്ടണ വർത്താനം പറയാതെ. എന്നാലും കുറെ കടുപ്പം തന്നെ ഉള്ള കാര്യം. ആദ്യൊരു തുലുക്കരെ പിടിച്ചു, പിന്നൊരു നസ്രാണിയെ. ഇവൾക്ക് ഇതിപ്പേതമല്ല ആറ്റിലോ കുളത്തിലോ ചടിച്ചാകരുതോ. ഇത് പറയേണ്ടത് അമ്മൂക്കൻ തന്നെ. അമ്മൂക്കന്റെ മുണ്ടുകട എങ്ങനെ നടന്നെന്നും വാസുകൊണ്ടൻ അധികാരി ഏമാൻ എത്ര രൂപ കൊടുത്തെന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓ, അറിയാമെങ്കിൽ കാര്യമായിപ്പോയി. അല്ലെങ്കിൽ നീയൊക്കെ അവളുടെ ഒട്ടയം പൊടി നിന്ന് ജീവിക്കുന്നോളല്ലേ. അക്ക, ഒന്നവിടെ നോക്കിയേ. ചുടലത്തെങ്ങ് നിറച്ചു കായ്ക്കുന്നുണ്ട്. എവിടെടി? ഇവിടെ കന്നി കായ്ക്കുന്ന കരിക്ക് ഒരെണ്ണം നമുക്ക് തന്നെ കുടിക്കണം. ചെല്ലമ്മ, മേസ്ത്രി വരുന്നുണ്ട്. എന്ത് വള്ളിയാക്ക, ഇന്ന് ചന്തയിലൊന്നും പോണില്ലേ? ആ, ചന്തയിൽ പോണം. അപ്പൊ ചെല്ലമ്മയോ? 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഇനിയെങ്കിലും മാനം മര്യാദയ്ക്കൊക്കെ നടക്കാൻ പറയണം. ഇല്ലെങ്കിൽ എല്ലാത്തിന്റെ മുട്ടടിച്ചൊടിച്ച് വിടരും. പറഞ്ഞേക്കാം. ഞാനും ഇറങ്ങണിയല്ലമ്മ. അശോകവനത്തിലെ സീതമ്മ
അവളുടെ ശ്രീരാമൻ ആരമ്മ നീ ചൊല്ലമ്മ അശോകവനത്തിലെ സീതമ്മ അവളുടെ ശ്രീരാമൻ ആരമ്മ നീ ചൊല്ലമ്മ അശ്രുസമുദ്രത്തിലെ ലങ്കാദ്വീപിലെ അശ്രുസമുദ്രത്തിലെ ലങ്കാദ്വീപിലെ അഴകിയ രാവണൻ ആരമ്മ തുഞ്ചൻ വളർത്തിയ പൈങ്കിളിയെ ഈ നെഞ്ചിലെ സങ്കടം ഏതമ്മ നീ ചൊല്ലമ്മ അശോകവനത്തിലെ സീതമ്മ അവളുടെ ശ്രീരാമൻ ആരമ്മ നീ ചൊല്ലമ്മ ഏഴുവരികൾ തള്ളി പിന്നെ ഏഴക്ഷരവും തള്ളി ഏഴുവരികൾ തള്ളി പിന്നെ ഏഴക്ഷരവും തള്ളി എല്ലാം എല്ലാം ചൊല്ലമ്മ നീ എല്ലാം എല്ലാം ചൊല്ലമ്മ എല്ലാം എല്ലാം ചൊല്ലമ്മ നീ എല്ലാം എല്ലാം ചൊല്ലമ്മ എന്നു വരും രാമൻ എന്നു വരും തൻ്റെ കൺമണിയാളുടെ കരം പിടിക്കാൻ എന്നു വരും രാമൻ എന്നു വരും തൻ്റെ കൺമണിയാളുടെ കരം പിടിക്കാൻ പോരാത്ത കണ്ണീരിൻ കരകയറാൻ എന്നും ശ്രീരാമനാമം ജപിക്കമ്മ നീ ജപിക്കമ്മ അശോകവനത്തിലെ സീതമ്മ അവളുടെ ശ്രീരാമൻ ആരമ്മ നീ ചൊല്ലമ്മ അയ്യോ മുതലാളി അയ്യോ മുതലാളി ഈ നേരത്തെ എന്തൊരു പറ്റിയേ എന്തിനു പറ്റിയെന്ന് അല്ല ഇത് എന്തിനു മുതലാളി കൂടുതല് ഇതൊന്നും വേണ്ടായിരുന്നു. എനിക്കറിയാമല്ല വേണമെന്ന്. 2-3 മാസം ആയില്ലേ കടയിലും തുറയിലൊക്കെ പോയിട്ട്. കൊച്ചിരാമൻ പോന്നുണ്ട്, അവൻ എല്ലാം വാങ്ങിച്ചോണ്ട് വരും. ഏതായാലും ഇരിക്കട്ടെ, കൊണ്ടുവന്നില്ലേ? ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോഴും മുതലാളിക്ക് ഒരുപാട് കാശ് ചെലവായി. പിന്നെ കാശെന്തിന് ചെലവാക്കാനല്ലേ? ആടിന്റെ വിലയും ഇതുവരെ തരാൻ ഒത്തില്ല. ചെല്ലമ്മയ്ക്ക് അത്ര വിഷമമാണെങ്കിൽ നമ്മൾ തിരിച്ചു കൊണ്ടുപോക്കോളാം. അയ്യോ, അതുകൊണ്ടല്ല മുതലാളി. ഇങ്ങനെ കടം വാങ്ങിച്ചിട്ടാൽ എന്നെ കൊണ്ട് തിരിച്ചു തരാൻ ഒക്കില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല മുതലാളി തരാൻ, ഒന്നുമില്ല തരാൻ. അപ്പോഴേ ചെല്ലമ്മയ്ക്ക് നമ്മളുടെ ഇഷ്ടമുണ്ട്. എന്ന് നമുക്ക് ഒരു മണി ചായ ളപ്പിക്കാം. ചെല്ലമ്മയുടെ കയ്യിൽ നിന്നൊരു ചായ കുടിക്കണമെന്ന് നമ്മൾ കുറെ നാളായിട്ട് ആശിക്കുന്നു. പഞ്ചാരയും തേയിലപ്പൊടിയൊക്കെ നമ്മൾ തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പിടിക്കുന്നേ വേഗം ചെല്ലേ.
ചെല്ലമ്മ ചെല്ലമ്മ ഇച്ചിരി വെള്ളം ഇച്ചിരി വെള്ളം ചെല്ലമ്മ ഇച്ചിരി വെള്ളം ചെല്ലമ്മ ചെല്ലമ്മ ഇച്ചിരി വെള്ളം അയ്യോ തൊണ്ട പൊട്ടാറായി ചെല്ലമ്മ ഇച്ചിരി വെള്ളം ചെല്ലമ്മ ഇച്ചിരി വെള്ളം അയ്യോ ചെല്ലമ്മ അയ്യോ പോലീസ് ചെല്ലമ്മ പോലീസ് അയ്യോ എന്നെ കൊല്ലാക്കപ്പി കൊണ്ടുപോകും അയ്യോ ചെല്ലമ്മ അയ്യോ ചെല്ലമ്മ എന്നെ അഴിച്ചുവിടു ചെല്ലമ്മ എന്നെ അഴിച്ചുവിടു ചെല്ലമ്മ അയ്യോ പോലീസുകാരനെ അടിച്ചു കൊല്ലും ചെല്ലമ്മ എന്നെ കൊല്ലും ചെല്ലമ്മ എന്നെ ലാക്കപ്പിലേക്ക് കൊണ്ടുപോകും ചെല്ലമ്മ അയ്യോ ചെല്ലമ്മ 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 പോലീസ് ചെല്ലമ്മ പോലീസ് അയ്യോ എന്നെ ലാക്കപ്പിൽ കൊണ്ടുപോകും അയ്യോ ചെല്ലമ്മ അയ്യോ ചെല്ലമ്മ എന്നെ അഴിച്ചുവിടു ചെല്ലമ്മ എന്നെ അഴിച്ചുവിടു ചെല്ലമ്മ 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 അയ്യോ അവരിങ്ങ് എത്തിക്കഴിഞ്ഞു ചെല്ലമ്മ നമ്മ അയ്യോ അവരിങ്ങ് എത്തിക്കഴിഞ്ഞു ചെല്ലമ്മ ചെല്ലമ്മ അയ്യോ അവരിങ്ങ് എത്തിക്കഴിഞ്ഞു ചെല്ലമ്മ അയ്യോ ചെല്ലമ്മ 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 ദൈവം അനുഗ്രഹിക്കും ചെല്ലമ്മ പോണം എന്താ അടി ഒന്നും മിണ്ടാത്തത്? നീയാണോ അവനെ അഴിച്ചുവിട്ടത്? ആണെങ്കിൽ എനിക്കൊന്ന് അറിയണം. അപ്പൊ അത്രത്തോളമായിരിക്കുന്നു നിന്റെ അഹന്ത അല്ലേ? ആ പോലീസ് സ്റ്റേഷനിൽ പോയി പറ. നീ ക്ഷമിക്കണം മേസ്ത്രി. മുഖത്ത് കാർക്കിച്ചു തുപ്പിയിട്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മേസ്ത്രിക്ക് എങ്കിലും എന്നെ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിച്ചു. നന്ദിയില്ലാത്തത് കൊണ്ടല്ല. എത്രയായാലും എന്റെ ആമ്പറന്നോനല്ലയോ മേസ്ത്രി. പട്ടിയെ പോലെ കെട്ടിട്ട് ഇതത് കണ്ടാൽ എനിക്ക് സഹിക്കുമോ? എത്ര നേരം അത് നോക്കിക്കൊണ്ട് ഞാൻ ഇരിക്കും. അവളിപ്പോ ഒന്നും ചെയ്യണ്ട. അവനെ ഞാൻ പിടിച്ചു തന്നോളാം. വരണം. സിസ്റ്റർ നല്ലവണ്ണം ശ്രദ്ധിച്ചോളണം. വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചേക്കണം. യെസ് ഡോക്ടർ. കരയാതെ മോളെ കരയാ. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു തന്നെ തീരണം. എന്നാലും കുറെ കടുപ്പം തന്നെക്കായി പെണ്ണിന്റെ തലയിലെടുത്ത് എന്തെല്ലാം മാരണങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട്. മനസ്സറിയാർക്കും ഒരു ദോഷവും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഇതാണല്ല ദൈവം തന്നത്. കരയാതെ മോളെ ഒക്കെ നേരെയാവും. ചന്തയിലും വലിയ പുക്കാറായിരിക്കുന്നു. എന്താടാ കുഞ്ഞുരാമ? ഞാൻ പോണക്ക. പോണം? എങ്ങോട്ടാടാ? എന്തിനാ നീ ഇപ്പൊ പോണത്? പോണം. ഇതെല്ലാം കണ്ടും കേട്ടോണ്ട് എനിക്ക് വീട്ടിൽ കഴിയാൻ ഒക്കൂല. ആളുകൾ എന്റെ മുഖത്ത് നോക്കി അതും പറയണക്ക. എനിക്ക് പോണം. ഓഹോ നിനക്കും പോണോ? എങ്കി പോയിക്കോ. അവനും പോയി. വള്ളിയേക്കന് മാനക്കേടില്ലേ? എങ്കി അക്കന് പോയിക്കോ. ചെല്ലമ്മ കരയാ.
കാര്യം അറിഞ്ഞോ? അത്ര കണ്ട് ക്ലോസ് ആയി. എപ്പോ? ഇന്ന് വെളുപ്പിന് 3 മണി. അയ്യോ കഷ്ടം. എന്ത് കഷ്ടം? അവൻ ചാവാനുള്ളവൻ തന്നെ. എങ്കിൽ പിന്നെ ഇനി കുഞ്ഞത്തിന് തൂക്കുവരം തന്നെ. താൻ കണ്ടോ ചാവണത്? ഇല്ല, ഞാൻ കണ്ടില്ല. പക്ഷെ ഇപ്പൊ ചത്ത് കാണും. ഞാനിപ്പൊ അത്രാം കണ്ണുമായിട്ട് സംസാരിച്ചിട്ട് വരിക. ചുമ്മാതെ ഇറങ്ങി തിരിച്ചോളാം നേരം വെളുക്കുമ്പോഴേ. കൊതിയും നുണയും പറഞ്ഞ് നാട്ടുകാരെ തമ്മിൽ അടിപ്പിക്കാം. ഇയാള് വലിയൊരാള്. ചുമ്മാ കടയിൽ നിന്നേ ഇല്ലാത്ത വർത്താനൊന്നും പറയരുത് കേട്ടോ ശിവശങ്കര. അയ്യോ കാണുന്നില്ലല്ലോ. എന്താ ഈ കട്ടിലിൽ കിടന്ന ആളിവിടെ? അയാളുടെ കാര്യം ഒന്നും പറയണ്ട. നേരം വെളുത്തപ്പോ ആളെ കാണാനില്ല. സ്റ്റിച്ചസ് പോലും എടുക്കാതെയാണ് ഓടിക്കളഞ്ഞത്. ആരെയാ കാച്ചു കളയുണ്ടെന്നല്ല ഇന്നലെ പറയുന്നത് കേട്ടു. അപ്പോൾ അതാണ് അതിന്റെ കാര്യം. യു അതാ അവൻ വരുന്നു. ഓണറെ, അവ ഇവിടെ അങ്ങനെ വന്ന ആര്? നമ്മളെ കുത്തിയ പന്നി കുഞ്ഞച്ചൻ. ഇല്ലല്ലോ. അവൻ ജാമ്യത്തിൽ ഇറങ്ങിയെന്നോ ഒളിവിലാണെന്നോ ഏതാണ്ടൊക്കെ പറയുന്ന കേട്ടല്ലോ. ആ, അവനെ നമ്മള് കണ്ടുപിടിച്ചോളാം. ആരാണത്? എന്താ അവിടെ പതുങ്ങിയിരിക്കണത്? ഇറങ്ങി പാടി വെളിയില്. മുതലാളി, ഞാൻ വിചാരിച്ച് ചത്തിരിക്കുമെന്നല്ലേ? ഇല്ലടി, അവനെയും കൊന്നിട്ട് ഞാൻ ചാവുള്ളു. എവിടെയാ? അയ്യോ മുതലാളി, എനിക്ക് അറിഞ്ഞൂടാ മുതലാളി, അറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞൂടല്ലേടി? നീ പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. അയ്യോ മുതലാളി. അയ്യോ ഞാൻ സത്യം പറയണം, അവനോട് വരാറുണ്ടാ? ഇല്ല മുതലാളി, സത്യമായിട്ടും വന്നില്ല. നീ എവിടെ പോണു? വൈദ്യശാലയിൽ വല്യേക്കന് ഇത്തിരി മരുന്ന് വാങ്ങിക്കാൻ. ആ പോയിക്കോ. ഞാൻ എവിടെയൊക്കെ തന്നെ ഉണ്ട്, കാണുമ്പോ പറഞ്ഞേരെ. എന്റെ വെള്ളാരി ഭഗവതി, ഈ കിടപ്പ് കണ്ടോ? അയ്യോ ഇത് ഞാനാണ്. എന്നെ കണ്ണു തുറന്ന് ഒന്ന് നോക്കണം. എന്നെ അറിയില്ലേ?
തിരിച്ചറിയാൻ ഒക്കുന്നില്ലല്ലോ. നിങ്ങളാരാ? ഈ മനുഷ്യന്റെ ഭാര്യയാണോ? ഏതായാലും അങ്ങോട്ട് മാറി നിൽക്കണം. അവളും പോയാ എന്നാരോ പറയണ കേട്ടു. പറയണ കേട്ടു. നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലേ അവളവിടെ പോയെന്നു? അറിയാമായിരിക്കും മുതലാളി. ഇവരൊക്കെ ഒരു കെട്ടാണ്. നീ ചുമ്മാ ദൈവദോഷം കിട്ടുന്ന വാക്ക് പറയാതമ്മു. എന്റെ കണ്ണു ദൃഷ്ടിയാണ്. ഈ ഇരിക്കണ തറവാടിനാണ് എനിക്ക് അറിഞ്ഞുകൂടെ. ഈ വായിക്കൊരു സത്യമായിട്ട് എനിക്കും അറിഞ്ഞുകൂടെ മുതലാളി? ആരും അറിയണ്ട. കർത്താവേ, ഈ കൈയും വെച്ചോണ്ട് ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? അതും ഇതും വിചാരിച്ച് സങ്കടപ്പെടണ്ട. എന്റെ കൈ മുറിഞ്ഞു പോയിട്ടില്ലല്ലോ. വേല ചെയ്യാൻ എനിക്കൊട്ടും മടിയുമില്ല. എങ്കിലും ചെല്ലമ്മേ, നീ മാത്രം കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എനിക്കും കൂടി ചോറ് തരണ്ടേ? എനിക്കൊരു കഷ്ടപ്പാടുമില്ല. നമുക്കിപ്പോ മക്കളും കുട്ടികളും ഒന്നും ഇല്ലല്ലോ. ഒരാളുടെ വയറിന്റെ കാര്യമല്ലയോ. അപ്പോ കുറെ കഴിഞ്ഞ് 2-3 വയറ് കൂടി ആയാലോ? ആ, അപ്പം ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഞാൻ നിമിത്തം നീ എന്തുമാത്രം കഷ്ടപ്പെട്ടു, എന്തുമാത്രം കണ്ണീര് കുടിച്ചു. എന്തൊരു പാപിയാണ്. കഴിഞ്ഞതെല്ലാം വിചാരിച്ച് മനസ്താപിക്കുന്നത് എന്തിനാണ്? എന്നെ കൂടെ കരയിപ്പിക്കാനോ? അയ്യോ, എന്നെ കൊണ്ട് ഇനി കരയാൻ വയ്യ. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു. ഇനിയെങ്കിലും നമുക്ക് സന്തോഷമായി കഴിയാം. എനിക്ക് മതി. ശകലം കൂടി. അരച്ചക്രത്തിന് പൊരിയുണ്ട. നേരമായിട്ട് കാത്തു നിൽക്കുന്നു. ഓ, എന്തൊരു വയറ്റുവേദന. ആ, വേദനിക്കട്ടെ. വേണ്ടാത്ത ദുശീലങ്ങളെല്ലാം ചെറുതിനെ ശീലിച്ചതുകൊണ്ടല്ലയോ? നീ അത് വാങ്ങിച്ചില്ലയോ? എന്തൊരു? ഓ, ഇങ്ങോട്ട് തരണമെങ്കിൽ താ. പിന്നെ കാര്യമൊക്കെ ശരി. ഇന്നാളത്തെ പോലെ ഇതും കുടിച്ചോണ്ട് ഇവിടെ കിടന്ന് ബഹളമൊന്നും കൂട്ടരുത്.
എടീ ചെല്ലമ്മ, എന്തിനു വേണോ? എരിയുള്ള കൂട്ടാൻ വല്ലതും ഉണ്ടെങ്കിൽ ഇച്ചിരി ഇങ്ങോട്ട് എടുത്തേ. അയക്കുന്നതേ ഉള്ളൂ. നിന്റെ ഒരരപ്പ് ആ എല്ലാം ഞാൻ തീർത്തേക്കാം. ആ തുലുക്കനോടെ കൊഞ്ചിയും കൊഴഞ്ഞും നടന്നിട്ടല്ലേടി എനിക്ക് നേരത്തും കാലത്തും ഒന്നും വേഗിച്ചു തരാൻ പറ്റാത്തത്. എന്താടി നിന്റെ താക്ക് താണുപോയ? വെണി തൊട്ട് നാക്കി വെക്കും. വേണമെങ്കിൽ അല്ലേടി നീ വേല ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് ചോറ് തരുന്നതിന്റെ അഹംഭാവം അല്ലേടി കാണിച്ചത്. എന്തൊരു വേണം പറഞ്ഞോളൂ. അയ്യോ, കണ്ണു തുറക്കി, കണ്ണു തുറക്കി എന്റെ പൊന്നെ. നിന്റെ വേലയൊന്നും എടുത്ത് വേണ്ട. ഇന്നലത്തെ പോലെ കാശിലൊന്നും പറഞ്ഞ് വന്നിരിക്കുകയാണല്ലേ ഓടി. അയാൾ എത്തിപ്പോയി. തന്റെ എടി ആരെന്ന് അത്രാങ്ങനെ ചട്ടമ്പി കൊല്ലും അയാൾ. ഒന്ന് ചുമ്മാ ഇടി, കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. അവനിങ്ങ് വരട്ടെ. ഒന്നും ചെയ്യണ്ട. അവനെന്നെ കുത്തിക്കൊല്ലണം, അതല്ലേ നിന്റെ ആവശ്യം. ആരെയും കൊല്ലണ്ട. രക്ഷിക്കണം മുതലാളി, എന്നെ രക്ഷിക്കണം. എന്റെ കെട്ടുതാലി അറുക്കരുത് മുതലാളി, എന്റെ കെട്ടുതാലി അറുക്കരുത്. അയ്യോ, ഞാൻ പറയുന്നത് കേൾക്കൂ. അയ്യോ മുതലാളി, അയ്യോ മുതലാളി, ദൈവം രക്ഷിക്കും മുതലാളി. നിനക്കെന്നെ കൊല്ലണം. തൊട്ടുപോകരുത്. ഒരിഞ്ഞു കളഞ്ഞാൽ അരിഞ്ഞു കളയും. അവിടെ പോകും. ഞാൻ വിടുകയില്ലടാ, ഞാൻ എടുത്തോളാം. ഓയ് വീട്ടാരെ, ഇവിടെ ആരും ഇല്ലേ?
അയ്യോ, ഇവിടെ ഒന്നും ഇരിപ്പില്ലല്ലോ തരാൻ. ഞങ്ങള് പിച്ചയ്ക്ക് വന്നതല്ല. അയ്യോ, അറിഞ്ഞില്ല. നിങ്ങൾ പിന്നെ ആര്? എവിടെന്ന് വരണത്? ഒത്തിരി വടക്കുന്ന. ഈ കൊച്ചുകളുടെ തന്ത ജീവിച്ചിരിപ്പില്ലയോ? ഉണ്ട്. എടി മേരി, എന്നെ തേടി ഇവിടെ വരാൻ നിന്നോട് ആര് പറഞ്ഞു? ഞാൻ പിന്നെ എവിടെ പോകും? നീ ഇവിടെയും എനിക്ക് സ്വയം തരത്തില്ല, ചുടുകാട്ടിൽ പോയാലും സ്വയം തരത്തില്ല അല്ലേ? ഞാൻ ഈ കുട്ടികളും തെരുവിൽ തെണ്ടി നടന്നാൽ ഒരു സ്വൈരക്കേടുമില്ല നിങ്ങൾക്കല്ലേ? എടി, നിന്നോട് മര്യാദയ്ക്ക് പുറത്തു പോകാനാണ് പറഞ്ഞത്. ഓ, എന്തൊരു ശല്യമാടാ ഇത്. നീ മര്യാദയ്ക്ക് പോകുന്ന അതോ അടിച്ചിറക്കണം? ചെലമ്മ, നിങ്ങൾ രണ്ടിനെയും കൊല്ല്. തന്തയുടെ കൈ കൊണ്ട് തന്നെ ചാകട്ടെ, എന്നിട്ട് എന്നെ അടുത്തറിയിക്കോ. ചെല്ലമ്മ, ആ ചൂലിങ്ങെടുക്ക്. നീ തന്നെ അവളെ അടിച്ചിറക്ക്. ഓ, എന്തൊരു ശല്യമാടാ ഇത്. ചെല്ലമ്മ, ഇത് എന്റെ വീടാണ്. ഞാനാണ് ഇവിടെ ചെലവ് നടത്തുന്നത്. അടിച്ചിറക്കേണ്ടത് ഞാനാണ്. നിങ്ങളകത്തു പോ. അറിയാമടി, അറിയാം. എല്ലാ അവളുമാരെയും എനിക്കറിയാം. നിന്റെ ഒരു വീട്. ആ, അകത്തു വാ. വരി. മാനം മര്യാദയ്ക്ക് നടന്ന എന്റെ ഇടവലം തിരിയാൻ സമ്മതിക്കാൻ പിന്നാലെ നടന്ന് സ്തുതിവചനം പറഞ്ഞു മയക്കി. ഞാൻ പൊക്കോളാം. ചെല്ലമ്മയ്ക്ക് ഞാൻ കാറ്റ് വിഷമുണ്ടാകും. അമ്മച്ചിക്ക് അപ്പച്ചനും ഇഷ്ടമുണ്ടായിട്ടല്ല, കരഞ്ഞ് കാലി വീണ് ഞാൻ സമ്മതിപ്പിച്ചതാണ്. തിരുസന്നിധി വെച്ച് സത്യവാചകം ചൊല്ലി കഴുത്തി താരി കിട്ടിയ ഞാൻ എന്ത് പിഴച്ചു? ഒരു പിഴയാണ് നമുക്കൊക്കെ പറ്റിയത്. പെണ്ണായിപ്പോയത്. നിങ്ങൾ കഞ്ഞി കുടിക്കി, എന്നിട്ട് പിള്ളേരെ വിളിച്ച് കിടത്തി. മോളെ കഞ്ഞി കുടിക്കും. 2 ദിവസമായില്ലേ വലതും കഴിച്ചിട്ട്. മോളുടെ അപ്പച്ചൻ ഇപ്പം വരും. എവരുടെ ആ മൂദേവിയും മാരണം പിടിച്ച കൊച്ചുങ്ങളും? എന്റെ പൊന്നു മോളെ, എന്റെ പൊന്നു മക്കളെ, പോട്ട് മേരി, പോട്ട്. ഞാൻ ചെയ്തതൊക്കെ മറന്നുകള. ഇതെങ്ങനെയാ കൈ ഒടിഞ്ഞത്? പാറ വെടിവെച്ചപ്പോ പറ്റിയതാ. ചത്തുപോകാനുള്ളതായിരുന്നു. കർത്താവേ, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യം.
തന്നെ ഇരിക്കുന്ന എന്താ? ഇടിയും മഴയും വരണുണ്ട്. മേരി പോയി കിടന്നോ. എനിക്ക് ഉറക്കം വരാൻ ഒരുപാട് കഴിയും. വഴി നടന്ന് ക്ഷീണിച്ചതല്ലേ. മേരി കിടന്നോ. കഥ കടച്ചോ. വേഗം വരും മോളെ. അമ്മയ്ക്ക് നിന്നെ കാണാൻ തിടുക്കമായി. ഞാൻ വരുന്നമ്മേ. അയ്യോ അമ്മേ, അമ്മേ, എനിക്ക് കണ്ണു കാണാൻ വയ്യമ്മേ. വല്ലാതെ താടിക്കുന്നു. വയ്യമ്മേ. അമ്മേ, അമ്മയുടെ ചുടലത്തെങ്ങിന്റെ മോളൊരു കരിക്ക് പൊട്ടിച്ചു കുടിച്ചു. ഞാൻ കുടിക്കാം അമ്മേ. ഇതിനാണ് നീ പതുങ്ങി പതുങ്ങി വന്നതല്ലേ? കൂട്ടുകാരനെ വന്ന് ഞാൻ കണ്ടു. ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോകണം. ചുമ്മാതല്ല ആളുകൾ ഇവിടെ കള്ളിന്ന് വിളിക്കുന്നത്.